സിജോയുടെ കാര്യം ഓർത്തിട്ട് കഷ്ടം തോന്നുന്നുണ്ട് കേട്ടോ. പുള്ളി വലിയ കാര്യത്തിൽ എല്ലാവരുമായിട്ട് മിണ്ടിയും പറഞ്ഞൊക്കെ നിൽക്കുമായിരുന്നു അവിടെ. അപ്പോഴാണ് ബിഗ് ബോസ് വീണ്ടും കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിച്ചത് ബ്ലൈൻഡ് ഫോൾഡ് ധരിക്കാൻ പറയുന്നത്. എന്തോ സ്കാനിങ്ങോ മറ്റോ ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നാണ് ബിഗ് ബോസ് പറഞ്ഞത്. സിജോയ്ക്ക് മടുത്തു എന്നാണ് തോന്നുന്നത് ഈ ഹോസ്പിറ്റലിൽ പോയുള്ള കേസേ. ഇതും പറഞ്ഞാണ് സിജോയെ കൊണ്ടുപോകുന്നത്. കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ തിരിച്ചു വരുമായിരിക്കും. കാരണം ടാസ്കിലൊക്കെ പങ്കെടുക്കുന്നത് നമ്മൾ പ്രോമോയിൽ കണ്ടതാണ്, അടി പൊട്ടിക്കുന്നത് നമ്മൾ പ്രോമോയിൽ കണ്ടതാണ്. പിന്നെ കുറച്ചു നേരം മുമ്പ് ഒരു സംഭവം ഉണ്ടായി. ജിൻഡോയുടെ അപ്പനും അമ്മയും വരുന്നതിന് മുമ്പ് നടന്ന ഒരു രസകരമായ സംഭവമാണ്. നന്ദന വീടൊക്കെ ചുറ്റി കാണിക്കുമായിരുന്നു, അമ്മേനെയും ചേച്ചിനെയും. ആ സമയത്ത് ജിൻഡോ വന്നിട്ട് സിഗരറ്റ് റൂമിലേക്ക് പോകാം, അത് ഇവിടുത്തെ ഫേമസ് സ്ഥലമാണ്, പോയി കണ്ടിട്ട് വരാന്നൊക്കെ പറയുന്നുണ്ട്. ഇത് ടൂറിസ്റ്റ് ഗൈഡുകൾ പറയുന്ന പോലെ പുള്ളി പറയുകയാണ് വലിയ കാര്യത്തില്. ജിൻഡോ വിളിച്ചിട്ട് പോവാതിരിക്കുന്നത് മോശമല്ലേ എന്ന് ഓർത്തിട്ടായിരിക്കും. രണ്ടുപേരും സിഗരറ്റ് റൂമിലേക്ക് പോയി ഇങ്ങനെ കാണുന്നുണ്ട്. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണെന്നൊക്കെ നന്ദനയുടെ ചേച്ചി പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ജിൻഡോ പോയി ഒരു സിഗരറ്റ് വലിക്കുന്നു. സ്പോഞ്ച് പോലൊന്നുമല്ല അല്ലെന്ന് പറയുന്നുണ്ട്. ഇതൊന്നും എപ്പിസോഡിൽ കാണിക്കാൻ സാധ്യതയില്ലാത്ത രസകരമായ കുറച്ച് സംഭവങ്ങളാണ്. വേണ്ടപ്പെട്ടവരെ മാത്രമാണല്ലോ ഫോക്കസ് ചെയ്ത് എപ്പിസോഡിൽ കാണിക്കാറുള്ളത്. അതുകൊണ്ടാണ് നമ്മളൊരു ചെറിയ കോണ്ടന്റ് കിട്ടിയാലും അത് വീഡിയോ ആക്കുന്നത്. പ്രേക്ഷകര് തെറ്റിദ്ധരിക്കപ്പെടരുത്, അതാണ് നമ്മുടെ മോട്ടീവ്. മറ്റൊരു അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം.